3-4 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ ആകെയുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എന്തായിട്ടുണ്ടാവുന്നതാണ്. സിറ്റ് ഔട്ടിൽ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എല്ലാം ഒന്ന് നോക്കി ജസ്റ്റ് എല്ലാം നനച്ചു കൊടുത്തു. രഞ്ജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ചെടികളൊക്കെ മഴ പെയ്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്കൊക്കെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് വെള്ളം നനച്ചു കൊടുത്തു. ഒരു സമയത്താണ് നമ്മളെ ലില്ലി ഫ്രണ്ടിൽ വെച്ചിട്ടില്ലേ ലില്ലി പൂത്ത് നിൽക്കുന്നത് കണ്ടത്. ഒരു പൂവിട്ടിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ ലില്ലിയിലെ ഫസ്റ്റ് ഫ്ലവറാണ് ഉണ്ടായത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടോർച്ചടിച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സമയത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്താണല്ലോ ഞാൻ തല ചുറ്റിയതും വീട്ടിലേക്ക് പോയതൊക്കെ. അപ്പോൾ കവറൊന്നും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതല്ലല്ലോ ലൈഫിൽ എപ്പോഴും സംഭവിക്കുക. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. കുറേയൊക്കെ രഞ്ജുവേട്ടൻ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്ന അത്ര ഒരു പെർഫെക്ഷൻ ആവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കളയിൽ നിന്ന് ഒതുക്കി വെച്ച് രാവിലെ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം എന്നിട്ട് ഉടനെ എന്തെങ്കിലും ഉണ്ടാക്കി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. അത്രയും ഞാൻ നാളത്തെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നന്നായിട്ട് ക്ഷീണമൊന്നും മാറിയിട്ടില്ല. വയറുവേദന ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാനും. അപ്പോൾ കുറച്ച് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ അത് പേടിയാവും. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം വേഗം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒക്കെ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് രാവിലത്തേക്ക് പണിയൊക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒതുക്കി വെച്ചു. ടേബിളിൻ്റെ ചെയർ എന്താണെന്നറിയില്ല, താനെ എങ്ങോട്ടോ നടന്നു പോകുന്ന മാതിരിയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നു പോകും. അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണോ എന്നാണ് തോന്നുന്നത്. വെച്ച സ്ഥലത്തുണ്ടാവില്ല. ക്രിസ്മസ് കളക്ഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഷോപ്പിലെത്തിയതിന് വേണം ചെയ്യാൻ. ഈ സമയത്താണ് നമ്മളെപ്പോഴും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും മറന്നു പോകും. അപ്പം നമ്മൾ സെൽഫായിട്ടൊന്ന് സ്വന്തം ഒന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫേസ് വാഷ് ഇട്ടൊന്ന് ഫേസെല്ലാം വാഷ് ചെയ്ത് അപ്പം തന്നെ ഒരു ഫ്രഷ് ലുക്ക് വരും. എന്നതിന് ശേഷം ഒന്ന് ക്രീമൊക്കെ ഇട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തലയിൽ നമ്മൾ രാത്രിയാണ് ഓയിൽ അപ്ലൈ ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല ലോങ് ഹെയർ ആവണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഇല്ലി മുടി സംരക്ഷിച്ച് നിർത്തണം എന്നില്ലേ ആകെ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.